തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെ ടി.വി.കെ കോൺഗ്രസ് സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ടി.വി.കെ ആസ്ഥാനത്തെത്തി വിജയെ പിന്തുണ അറിയിച്ചിരിക്കുന്നു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുമെന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത്. ഇതിനിടെ പക്ഷേ നടൻ രജനീകാന്ത് സ്റ്റാലിനെ പിന്തുണ അറിയിച്ചിരിക്കുന്നു. വീട്ടിലെത്തി കണ്ടാണ് ഒപ്പമുണ്ടെന്ന് അറിയിച്ചത്. രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ചയായി എന്നാണ് സൂചന. ആദിൽ പാലോടാണ് ചേരുന്നത്. ആദിൽ, തമിഴ്നാട്ടിൽ നിരവധി രാഷ്ട്രീയ നാടകങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒടുവിലിതാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ആവശ്യമുയർന്നതാണ് ടി.വി.കെ കോൺഗ്രസ് സഖ്യം. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ വിജയെയും ടി.വി.കെയും പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. ഒരു സഖ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ ഇതാ രാഹുൽ ഗാന്ധി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിൽ, അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നയാളാണ്. സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും വേദി പങ്കിട്ടില്ല എന്നത് അപ്പോഴേ ചർച്ചയായതാണല്ലേ ആദിൽ? ഉറപ്പായും ആദ്യം മുതൽ തന്നെ ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വിജയുടെ ദീർഘകാലമായുള്ള സുഹൃത്താണ്. ആ നിലയിൽ ഒരുമിച്ച് മത്സരിക്കാം ടി.വി.കെയും കോൺഗ്രസും തമ്മിൽ എന്ന ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സോണിയാഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിക്കുകയും DMK-ക്കൊപ്പം മത്സരിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ മത്സരിച്ചാൽ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയാൽ 22 ലോക്സഭാ എംപിമാരുടെയും 8 രാജ്യസഭാ എംപിമാരുടെയും പിന്തുണ കോൺഗ്രസിന് നഷ്ടമാകുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയുടെ തമിഴക വെട്രിക്കഴകം വന്നിരിക്കുന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ ഹൈക്കമാൻഡ് യോഗം ചേർന്ന് രാഷ്ട്രീയകാര്യ സമിതി സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇന്നിപ്പോൾ അത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതിനു ശേഷമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മലയാളിയായ ടി പ്രവീൺ MLA അടക്കമുള്ളവരും ഈ സംഘത്തിലുണ്ടായിരുന്നു. അവർ വിജയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ടി.വി.കെയുടെ ആസ്ഥാനത്തേക്ക് എത്തി വിജയെ സന്ദർശിച്ച് നേരിട്ട് പിന്തുണ അറിയിച്ചിരിക്കുന്നത് 5 MLA-മാരാണ്. പ്രവീൺ അടക്കം ടി.വി.കെക്ക് പിന്തുണ നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനാകെയുള്ളത് 5 MLA-മാരാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നിരിക്കുന്നു. പക്ഷേ ചില ഉപാധികൾ കൂടി അവരുടെ ഈ പിന്തുണയിലുണ്ട് എന്നത് പ്രത്യേകം പറയണം. വർഗീയ കക്ഷികളുമായി കൂട്ടുചേരരുത് എന്നുള്ളതാണ് പ്രധാനം. ഭരണഘടനയെ അനുശാസിക്കുന്നതനുസരിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി മാത്രമേ സഖ്യം പാടുള്ളൂ എന്നതടക്കമുള്ള ഉപാധികൾ വെച്ചുകൊണ്ട് 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യവുമുണ്ട്. ഏതായാലും പിന്തുണ അറിയിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്താക്കട്ടെ DMK-യുടെ പരാജയത്തിന് പിന്നാലെ വലിയ ക്ഷീണത്തിലാണ് സ്റ്റാലിൻ, MK സ്റ്റാലിൻ എന്ന് അറിയാവുന്നതാണ്. MK സ്റ്റാലിനെ ചെന്നൈയിലെ വസതിയിൽ എത്തിക്കണ്ടിരിക്കുന്നു നടൻ രജനീകാന്ത് എന്ന വാർത്തയും ഇഘട്ടത്തിൽ പുറത്തുവരികയാണ്. രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ചയായി എന്നാണ് സൂചന. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തും താൻ ഒപ്പമുണ്ട് എന്ന സന്ദേശം രജനീകാന്ത് സ്റ്റാലിന് നൽകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നിന്ന് പുറത്തുവരുന്നു. ഏതായാലും രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിന്റെ 2 പ്രധാന മുഖങ്ങളായിരുന്നു. അവർ ദേശീയ തലത്തിൽ കൂടി വേർപിരിയുന്നുണ്ടോ? തിരിച്ചടിയാകുമോ ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് DMK ഒപ്പമില്ലാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും തമിഴ്നാട്ടിൽ ഇതാ കോൺഗ്രസ് ടി.വി.കെ സഖ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വിജയുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധിയും എത്തുന്നു എന്നുള്ളതാണ് ആദിൽ പാലോട് നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പക്ഷേ രജനീകാന്ത് സ്റ്റാലിനെ എത്തി കണ്ട് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്.